ലോകത്ത് എന്ത് തന്നെ എടുത്തു നോക്കിയാലും അതിൽ മുന്നിൽ തന്നെ ഉണ്ടാകും UAE, പ്രത്യേകിച്ച് ദുബായ്. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് അത്യാഡംബരമായ കാര്യങ്ങളാണ് ദുബായിൽ അധികൃതർ ഒരുക്കുന്നത്. എണ്ണ ഇതര മേഖലയിലേക്ക് ചുവടുവെച്ചുകൊണ്ട് ദുബായിയെ സഞ്ചാര മേഖലയിലേക്ക് വളർത്തിയെടുക്കുകയാണ് UAEയുടെ ലക്ഷ്യം. എന്തിനും ഏതിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദുബായ്ക്ക് ഇതെന്ത് പറ്റി? അതിന് കാരണം പ്രവാസികളാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മിഡിൽ ഈസ്റ്റിലെ മികച്ച ട്രാവൽ ഹബ്ബായി ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം മാറിയിരിക്കുകയാണ്. കാര്യത്തിൽ ദുബായ് എയർപോർട്ടിന്റെ കുത്തക തകർത്താണ് ദോഹ മുൻനിരയിൽ എത്തിയിരിക്കുന്നത്. ലോകത്തെ ഫ്ലൈറ്റ് ബുക്കിംഗ് ഡാറ്റ ഗവേഷകരായ ഫോർവേഡ് കീസിന്റെ കണക്കുകൾ പ്രകാരം 2021 ആദ്യ പകുതിയിൽ തന്നെ യാത്രക്കാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ഏറെ പിറകിലാക്കിയിരിക്കുകയാണ് ദോഹ എയർപോർട്ട്. ജനുവരി 1 മുതൽ തന്നെ ജൂൺ 30 വരെ ദോഹ വിമാനത്താവളം വഴി ബുക്ക് ചെയ്യപ്പെട്ട എയർ ടിക്കറ്റുകളുടെ എണ്ണം ദുബായിലേതിനേക്കാൾ 18% കൂടുതലാണ് എന്നതാണ്. ഈ നില തന്നെ വരും മാസങ്ങളിലും തുടരുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഈ വർഷത്തെ രണ്ടാം പകുതിയിലേക്ക് ഇതിനകം ലഭിച്ചിരിക്കുന്ന ബുക്കിംഗ് പരിശോധിച്ചാലും ദോഹയ്ക്ക് തന്നെയാണ് മേൽക്കൈ ഉള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ 17% വർധനവാണ് ദോഹയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2021 ആരംഭത്തിൽ ദോഹ വഴിയുള്ള വിമാനയാത്രക്കാരുടെ എണ്ണം ദുബായിയുടെ 77% മാത്രമായിരുന്നു. എന്നാൽ ജനുവരി 27 ആകുമ്പോഴേക്ക് ദുബായ്ക്ക് തുല്യമായി അത് മാറുകയാണ് ചെയ്തത്. 2017 സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഏർപ്പെടുത്തിയ വ്യോമ ഉപരോധം ഈ വർഷാദ്യത്തിൽ പിൻവലിച്ചതാണ് ഈ നേട്ടം കൈവരിക്കാൻ ദോഹയ്ക്ക് സഹായകമായി മാറിയത്. ഉപരോധം നിലവിൽ വന്നതിന് പിന്നാലെ 18 കേന്ദ്രങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെക്കാൻ ഖത്തർ എയർവേസ് നിർബന്ധിതമായത് ദോഹ എയർപോർട്ടിന് വലിയ തിരിച്ചടിയായിരുന്നു. മാത്രമല്ല, വ്യോമപാതയിൽ അയൽ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം വളഞ്ഞ വഴികളിലൂടെയായിരുന്നു ഖത്തർ വിമാനങ്ങൾ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഉപരോധം പിൻവലിക്കാനുള്ള തീരുമാനം ഖത്തറിന് വലിയ അനുഗ്രഹമായി മാറുകയായിരുന്നു. അതേസമയം ഉപരോധത്തെ മറികടക്കാൻ പുതിയ 24 റൂട്ടുകളിലേക്ക് ഖത്തർ എയർവേസ് സർവീസ് തുടങ്ങിയതും ഗുണം ചെയ്തു. കൂടാതെ 2 ഡോസ് വാക്സിനും സ്വീകരിച്ച് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് വിലക്ക് നീക്കിയിരിക്കുകയാണ് ഖത്തർ. ഇതുമൂലം നിരവധി യാത്രക്കാരാണ് ഖത്തർ വഴി യാത്ര ചെയ്തു വരുന്നത്. എന്നാൽ ദുബായ് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. മാസങ്ങളോളമായി തുടരുന്ന ഈ വിലക്കിൽ ആകെ വലയുകയാണ് പ്രവാസികൾ. ഈ വിലക്ക് മാറ്റിയാൽ തന്നെ ദുബായ് വീണ്ടും മുന്നിലെത്തുമെന്നതിൽ സംശയമില്ല. എന്നാൽ വിലക്ക് മാറ്റണമെങ്കിൽ അധികൃതർ തന്നെ തീരുമാനിക്കണം. അതുവരെ ഖത്തർ തന്നെ മുന്നിൽ നിൽക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.